Hello friends, welcome to our channel. നമ്മുടെ 1UI 7 ബീറ്റ പ്രോഗ്രാം നമുക്കിപ്പോൾ നമ്മുടെ സാംസങ് S23 സീരീസുകൾക്കും അതുപോലെ തന്നെ Z സീരീസുകൾക്കും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സാംസങ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത്രയും കാലം S24 സീരീസുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഈ സാംസങ്ങിൻ്റെ ഈ ബീറ്റ പ്രോഗ്രാമിലേക്ക് സൈൻ ഇൻ ചെയ്യാം? നിങ്ങൾ ഓൾറെഡി ഒരു S24 യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നോർമലി ഇപ്പോൾ ഇത് ആക്ച്വലി ഇന്ത്യയിൽ ഫുള്ളി ലോഞ്ച് ആയിട്ടില്ല. S23 ഒന്നും ഫുള്ളി ലോഞ്ച് ആയിട്ടില്ല. അത് പക്ഷേ ഈ മാസം തന്നെ വരുന്നതാണ് ഇപ്പോൾ ആക്ച്വലി ന്യൂസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇപ്പോൾ പറയാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബീറ്റ പ്രോഗ്രാം സൗത്ത് കൊറിയയിലും അതുപോലെ തന്നെ UK US വന്നേക്കുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ സുഖമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ S24 ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ സാംസങ്ങിന് ഒരു ആപ്പ് ഉണ്ട്, സാംസങ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടെയാണ് നമ്മളിത് ലോഗിൻ ചെയ്യുക. നമുക്ക് ഇതിലേക്ക് ബീറ്റ പ്രോഗ്രാമിലേക്ക് റോളൊക്കെ ചെയ്യാം. എന്നാലും നമുക്കിത് ബീറ്റ പ്രോഗ്രാംസ് അതായത് ബീറ്റ അപ്ഡേറ്റ്സ് കിട്ടി തുടങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസിലുമാണ് ക്വാളിഫൈഡ് ആണ്. നമ്മളിതിൽ സ്മാർട്ട് ഫോൺ സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആർക്കിടെക്ചറിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി, കമൻറ്റ് ചെയ്താലും മതി. നമ്മളെല്ലാ കമൻറ്റ്സും ഇപ്പോൾ ഇടുന്നുണ്ട്, മറക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും സാംസങ്ങിൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ആപ്പ് നോർമലി നിങ്ങളുടെ ഡിഫോൾട്ട് നോർമലി ചില ഫോണുകൾക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്, ചിലതിൽ വരുന്നില്ല കേട്ടോ. അപ്പോൾ സാംസങ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് ആക്ച്വലി അവരുടെ സാംസങ്ങിൻ്റെ സ്റ്റോറിലും ഉണ്ട്, നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഒരു എന്താ പറയുക കമ്മ്യൂണിറ്റീസ് ഫാമിലി, നമ്മൾ OnePlus കമ്മ്യൂണിറ്റീസൊക്കെ ഒരു ആപ്പൊക്കെ ഉണ്ട്, അതുപോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ സാംസങ് മെമ്പേഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു സാധനം കിട്ടുന്നുണ്ട്. ഒരു ഇതിൻ്റെ സൈസ് എത്രയാണ് ഉണ്ടോ, ഇതാണ് ഉണ്ടോ, ഇതാണ് ആപ്പ്. ഞാൻ ഇതൊന്ന് കുറയ്ക്കാം, എൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കാണും. ഇതാണ് ആപ്പ്. കണ്ടു, ക്ലിയർ അടിക്കുന്നതാണ്, ലൈറ്റ് മുമ്പിലായിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഓൾറെഡി ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് ബാറിൽ തന്നെ ബാനറായിട്ട് കാണിക്കും. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഇന്ത്യയിലും ഈ മാസം തന്നെ വരുന്നതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ സാംസങ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഓൾറെഡി ലോഞ്ച് ചെയ്തൊക്കെ US മാർക്കറ്റിലും UK മാർക്കറ്റിലും സൗത്ത് കൊറിയ മാർക്കറ്റിലുമാണ്. അപ്പോൾ ബാക്കിയുള്ള മാർക്കറ്റിലേക്കും ലോഞ്ച് ചെയ്യുന്ന ഓൾറെഡി സാംസങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റ് മാത്രമാണ് ഒരു കൺഫേം പറയാത്തത്. അപ്പോൾ നിങ്ങൾ ബീറ്റ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ നോർമലി അറിയില്ല. ഞാനും ആക്ച്വലി നമ്മുടെ ഐഫോണിൽ ബീറ്റ പ്രോഗ്രാം അപ്ഡേറ്റ് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. പിന്നെ പതുക്കെ നിർത്തി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ വെർഷൻ ആയിരിക്കില്ല. അപ്പോൾ അതിൽ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അല്ലാണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ബീറ്റ അല്ലാണ്ട് സ്റ്റേബിൾ വെർഷൻ ചെയ്തിട്ട് തന്നെ ഡിസ്പ്ലേ അടിച്ച് പോകണം. അപ്പോൾ പിന്നെ പറയണോ, ഇതിൽ പക്ഷേ ബഗ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചിലപ്പോൾ ക്രാഷ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അതുമായിട്ട് പക്ഷേ ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതാ എൻ്റെ 2 ഫോൺ വാറണ്ടിയിലുണ്ട്, അത് വേറെ കാര്യം. ഔട്ട് ഓഫ് വാറണ്ടി ഫോണാണെങ്കിൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല, വേറെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ തീരെ ചെയ്യരുത് കേട്ടോ. എന്താ പറയുക, ബീറ്റ വെർഷൻ ഒന്നും ചെയ്യരുത്. സെക്കൻഡറി ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് 1UI 7 എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണല്ലോ, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ പ്രോഗ്രാമിൽ റോൾ ഔട്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ചെയ്യാം. S24 ഓൾറെഡി വന്നിട്ടുണ്ട്, അപ്പോൾ ബാക്കിയുള്ളതൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് എന്തായാലും ഈ മാസം തന്നെ വരുന്ന പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഫസ്റ്റ് വീക്ക് ആയില്ലേ, അപ്പോൾ എനിക്ക് മിക്കതും ഒരു 3rd വീക്ക് ആയിട്ടൊക്കെയാണ് എനിക്ക് മിക്കതും ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവാൻ ചാൻസ് വന്നേക്കുന്നത്. കൺഫേം ഡേറ്റ് പറയുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.